സ്റ്റാൻഡേർഡിലെ റേഷ്യോ എന്ന ചാപ്റ്റർ പേജ് നമ്പർ 92-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. സുഹറ ആൻഡ് സീത സ്റ്റാർട്ടഡ് എ ബിസിനസ്. സുഹറ ഇൻവെസ്റ്റഡ് 40,000 rupees and Sita 50,000 rupees. They made a profit of 9,000 rupees. It was divided in the ratio of their investment. ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ്? സുഹറയും സീതയും ചേർത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ സുഹറയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 40,000 രൂപയും സീതയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 50,000 രൂപയുമാണ്. അവർക്ക് രണ്ടുപേർക്കും കൂടി ലഭിച്ച ലാഭം എന്ന് പറയുന്നത് 9,000 രൂപയാണെങ്കിൽ 9,000 rupees ആണെങ്കിൽ അവർക്ക് ആ കിട്ടിയ ലാഭത്തിനെ അവർ ഇൻവെസ്റ്റ് ചെയ്ത രൂപയുടെ റേഷ്യോയ്ക്ക് അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് അവരെടുത്തു എങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടി? ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി സുഹറയുടെ മുടക്കുമുതൽ എന്ന് പറയുന്നത് 40,000 രൂപയാണ്. സീതയുടെ മുടക്കുമുതൽ എന്ന് പറയുന്നത് 50,000 rupees ആണ്. ദെൻ അവർ രണ്ടുപേരും ആ ബിസിനസ് നടത്തി. അവസാനം അവർക്ക് ആ ബിസിനസ്സിൽ എല്ലാ ചിലവെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ലഭിച്ച ലാഭം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 9,000 രൂപയാണ്. അപ്പോൾ ഈ 9,000 രൂപേനെ അവർ മുടക്കിയ 40,000 50,000 ആണല്ലോ മുടക്കിയത്. അപ്പോൾ പെട്ടെന്ന് 9,000 എന്ന് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും വേഗം മനസ്സിൽ ചിന്തിച്ചാണ് ഇതിന്റെ നേർപകുതി രണ്ടുപേർക്കും കൊടുക്കാമല്ലോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടുതൽ മുടക്കുമുതൽ നൽകിയ സീതയ്ക്ക് അത് ശരിയാവോ? സീതയാണ് കൂടുതൽ രൂപ മുടക്കിയത്. അപ്പോൾ സീതയ്ക്ക് ഉറപ്പായിട്ടും എന്ത് സംഭവിക്കണം? സീത മുടക്കിയ റേഷ്യോയുടെ അനുപാതത്തിൽ കൃത്യമായിട്ടും ഈ രൂപയെ കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഡിവൈഡ് ദ പ്രോഫിറ്റ് ഇൻറ്റു കറസ്പോണ്ടിങ് റേഷ്യോ. ആ തന്നിരിക്കുന്ന പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? ആ റേഷ്യോയെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതായത് ലാഭം മുടക്കുമുതലിന്റെ അംശബന്ധത്തിൽ വീതിച്ചാൽ ഓരോരുത്തർക്കും എങ്ങനെ കിട്ടും നോക്കാം. അവർ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന്റെ റേഷ്യോ എടുക്കുന്നു. റേഷ്യോ അംശബന്ധം എന്ന് പറയുന്നത് 40,000 ഡിവൈഡഡ് ബൈ 50,000 ആണല്ലോ. ഇതാണ് അവർ ഇൻവെസ്റ്റ് ചെയ്ത രൂപയുടെ റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുക? ഈ 0 നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പം ബാക്കി 4/5 എന്ന് വരുന്നു. അപ്പം അവർ മുടക്കിയ രൂപ 4:5 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ 4:5, അതായത് സുഹറ 4 രൂപ മുടക്കിയെങ്കിൽ സീത 5 രൂപ മുടക്കിയെന്ന് അർത്ഥം. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 9 പാർട്ട് ആണല്ലോ. അപ്പം സുഹറയുടെ പ്രോഫിറ്റ്, സുഹറയുടെ ലാഭം എന്ന് പറയുന്നത് ആകെ നമുക്ക് എത്രയുണ്ട്? 9 പാർട്ടാക്കിയാൽ ആ 9ൽ 4 ഭാഗം മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ സുഹറയ്ക്ക്? ഏതിന്റെ? 9,000 രൂപയുടെ. അപ്പം 4/9 ഓഫ് 9,000. സുഹറയുടെ ലാഭം എന്ന് പറയുന്നത് 9,000 രൂപയുടെ 9,000ന്റെ 9ൽ 4 ഭാഗം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇത് 4/9 ഓഫ് 9,000 എന്നും 9,000ന്റെ 9ൽ 4 ഭാഗം എന്നും ഒക്കെ പറയുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഇൻറെ അല്ലെങ്കിൽ ഓഫ് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4/9 ഇൻറ്റു 9,000. അപ്പൊ എന്ത് ചെയ്യായി? 9 കട്ടാവും അല്ലെ? 9 1s are 9. സോ 1 ഇൻറ്റു 1000 എന്ത് വരും? കട്ട് ചെയ്തിട്ട് ബാക്കി സീറോസ് ഇവിടെ ഉണ്ട് കേട്ടോ, നിങ്ങളത് ഒന്നും ഓർക്കരുത്. നമ്മൾ 9 കട്ട് ചെയ്ത് ബാക്കി റിമൈനിങ് 0 അങ്ങനെ തന്നെ ഇട്ടു. സോ 4 ഇൻറ്റു 1000 എന്ന് വെച്ചാൽ 4,000. ഇനി സീതയുടെ ലാഭം നമുക്ക് എഴുതാം. സീതയുടെ ലാഭം എന്ന് പറയുന്നത്, സീത 5 ആണ് ഇൻവെസ്റ്റ് ചെയ്തത് അല്ലേ? 9 ഒരു ഭാഗത്തിന് 9 പാർട്ടാക്കിയാൽ അതിൽ 5 ഭാഗം ആർക്കുള്ളതാണ്? സീതയ്ക്കുള്ളതാ. അപ്പൊ 5/9 ഓഫ് 9,000. 9,000നെ 9 കഷ്ണമാക്കിയാൽ അതിൽ 5 ഭാഗം ആർക്ക് കൊടുക്കണം? സീതയ്ക്ക് കൊടുക്കണം. അതായത് 5/9 ഓഫ് 9,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/9 ഇൻറ്റു 9,000. ഇവിടെയും കട്ടിങ്ങിന് നടത്തിയാൽ എന്ത് വരും? റിമൈനിങ് 1000 വരും. സോ 1000 ഇൻറ്റു 5, ആൻസർ ഈസ് 5,000. അപ്പോൾ ഓരോരുത്തർക്ക് രണ്ടുപേർക്കും 9,000 രൂപ എങ്ങനെ അവർ ഷെയർ ചെയ്തു? സുഹറ 4,000-ഉം സീത 5,000 രൂപയും. അടുത്തത് 92ാമത്തെ പേജിലെ രണ്ടാമത്തെ ചോദ്യം.
രമേശൻ ആൻഡ് ജോൺ ടുക്ക് അപ്പ് എ കോൺട്രാക്ട് ഫോർ എ വർക്ക്. രമേശനും ജോണും കൂടി ചേർന്ന് ഒരു കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുകയാണ്. രമേശൻ വർക്ക്ഡ് അറ്റ് ദ ഫസ്റ്റ് 6 days. ആദ്യത്തെ 6 ദിവസം രമേശൻ വർക്ക് ചെയ്തു. ആൻഡ് ജോൺ 7 days. ജോൺ അടുത്ത 7 ദിവസം. ദേ ഗോട്ട് 6,500 rupees. രണ്ടുപേർ കൂടി ചേർന്ന് 6,500 രൂപ കിട്ടി. ദേ ഡിവൈഡഡ് ഇറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഈച്ച് വർക്ക്ഡ്. അപ്പം കൂടുതൽ ദിവസം ചെയ്ത ആൾക്ക് കൂടുതൽ രൂപ വരണമല്ലോ. അപ്പം അവർ ജോലി ചെയ്ത ദിവസത്തിന്റെ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, അവർ കിട്ടിയ 6,500 രൂപയെ ഡിവൈഡ് ചെയ്യണം. ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ്? അങ്ങനെയാണ് ഓരോരുത്തർക്കും എത്ര കിട്ടി. രമേശനും ജോണും ഒരു ജോലി കരാറെടുത്തു. രമേശൻ 6 ദിവസവും ജോൺ 7 ദിവസവുമാണ് ജോലി ചെയ്തത്. കിട്ടിയ 6,500 രൂപ ജോലി ചെയ്ത ദിവസങ്ങളുടെ അംശബന്ധത്തിൽ വീതിച്ചു. ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടി? രമേശൻ ജോലി ചെയ്ത ദിവസം എന്ന് പറയുന്നത് 6 ദിവസമാണ്, 6 days. ജോൺ ജോലി ചെയ്തത് 7 ദിവസമാണ്, 7 days. അപ്പൊ റേഷ്യോ ഓഫ് ദർ ഡേ, അവർ ആകെ മൊത്തം ടോട്ടൽ വർക്ക് ചെയ്തത് 13 ദിവസം, 6 7 13 ആണല്ലോ. അപ്പൊ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 6/7 അല്ലെങ്കിൽ 6:7. അപ്പൊ ടോട്ടൽ വർക്ക് ചെയ്ത ദിവസം എന്ന് പറയുന്നത് 13 ദിവസം അവർ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ 13 ദിവസത്തില് 6 ദിവസത്തെ മാത്രമാണ് ആർക്ക് സാലറി ആയിട്ട് വരേണ്ടത്? രമേശിന് സാലറി ആയിട്ട് വരേണ്ടത്. അതേപോലെ സമയം 13 ദിവസത്തിലെ 7 ദിവസത്തെ സാലറി ആർക്ക് കിട്ടണം? നമ്മുടെ ജോണിന് കിട്ടണം. അപ്പം രമേശിന് കിട്ടിയ രൂപ എന്ന് പറയുന്നത്, അപ്പൊ ആകെ അവർക്ക് 6,500 രൂപയാണ് അവർക്ക് കൂലി ഇനത്തിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ 6,500-ല് 13 ദിവസത്തിന്റെ 6 ഭാഗം മാത്രമാണ് നമ്മൾ ആർക്ക് കൊടുക്കേണ്ടത്? രമേശിന്. അപ്പം 6/13 ഓഫ് 6,500, അതായത് 6/13 ഇൻറ്റു 6,500. അപ്പൊ നമ്മളിത് കട്ട് ചെയ്ത് നോക്കി, 13ന്റെ ടേബിളിൽ 65 ഉണ്ട് കേട്ടോ. 13 ഇൻറ്റു 5 ആണ് 65. അപ്പൊ എന്ത് വരും? 6 5s are 30. 30 എഴുതിയിട്ട് ഈ 2 സീറോകൾ ഇട്ടാൽ മതി. സീറോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യണ്ട. അപ്പം രമേശിന് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് 3000 രൂപയാണ്. ഇനി എമൗണ്ട് ജോൺ ഗോട്ട് എത്രയാണ്? 7 ദിവസം. 13-ൽ 7 ദിവസമാണ് ജോലി ചെയ്തത്. അപ്പൊ 7/13 ഇൻറ്റു 6,500. അവിടെയും 13 ഇൻറ്റു 65 കട്ട് ചെയ്യുമ്പോൾ 5 വരും. സോ 7 5s are, ഈ 2 സീറോകളുണ്ട് കേട്ടോ. 7 5s are 35. ഈ 2 സീറോകളുണ്ട്, 00. അപ്പോൾ ഒരാൾക്ക് 3000 രൂപയും ഒരാൾക്ക് 3,500 രൂപയുമാണ് കിട്ടുന്നത്. 3000 3,500 ആണല്ലോ 6,500. ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറഞ്ഞേക്കാം. രമേശൻ ജോലി ചെയ്തത് 6 ദിവസം, ജോൺ ജോലി ചെയ്തത് 7 ദിവസം. അവർ ജോലി ചെയ്ത ദിവസങ്ങളുടെ അംശബന്ധം 6/7. അപ്പം 6ഉം 7ഉം, അതായത് ഒന്നെങ്കിൽ നിങ്ങൾ 6,500-നെ 6 ഭാഗമായിട്ടും 7 ഭാഗമായിട്ടും ഡിവൈഡ് ചെയ്താൽ, അപ്പൊ നമ്മൾ ടോട്ടൽ ഇങ്ങനെ ചിന്തിച്ചാലും മതി. മൊത്തം 6 7 13 ദിവസമാണല്ലോ അവർ ജോലി ചെയ്തത്. 13ന്റെ 6 ഭാഗം മാത്രമാണ് ആർക്ക് അർഹതപ്പെട്ടത്? നമ്മുടെ രമേശിന് അർഹതപ്പെട്ടത്. അപ്പൊ 6/13 ഇൻറ്റു രമേശിന്റെ ടോട്ടൽ ലാഭം എന്ന് പറയുന്നത് 6,500 ആണല്ലോ. അപ്പം ഇത് രണ്ടും കൂടെ നമ്മൾ കട്ട് ചെയ്യുന്നു. സോ 5 വരുന്നു, 6 5 30. ദെൻ ഈ 2 സീറോ കൊടുക്കുന്നു. ഇപ്പൊ രമേശിന് ലഭിച്ച കൂലി 3000 രൂപ. ഇനി ജോണിന് ലഭിച്ച കൂലി കണ്ടുപിടിക്കാൻ 13 ദിവസത്തിൽ 7 ദിവസമാണ് ജോലി ചെയ്തത്. അപ്പൊ 6,500-ന്റെ 13-ൽ 7 ഭാഗം എത്ര നോക്കി. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടി കട്ട് ചെയ്തു. 13 ഇൻറ്റു 5 ആണ് 65. അപ്പൊ ഇത് ബാക്കി 2 സീറോയും കൂടെ വരും. സോ 7 ഇൻറ്റു 500, 7ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 5 35, 2 സീറോ. അപ്പോൾ ഒരാൾക്ക് 3000 രൂപയും അടുത്ത ആൾക്ക് 3,500 രൂപയാണ് ലഭിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. വെൻ രാമു ആൻഡ് രാജു ഡിവൈഡ് എ സം ഓഫ് മണി ഇൻ ദ റേഷ്യോ 3:2. രാമുവിൻ്റെയും രാജുവിൻ്റെയും കയ്യിൽ കുറച്ച് രൂപയുണ്ട്. രൂപ എത്ര എന്ന് പറഞ്ഞിട്ടില്ല. ആ രൂപയെ 3:2 എന്ന അംശബന്ധത്തിൽ അവർ ഡിവൈഡ് ചെയ്തു. രാമു ഗോട്ട് 480 rupees. രാമുവിന് എത്ര കിട്ടി? രാമുവിനാണ് കൂടുതൽ ഭാഗം, 3:2. അപ്പൊ രാമുവിന് കിട്ടിയത് 480 രൂപയാണ്.
എങ്കിൽ ഹൗ മച്ച് ഡിഡ് രാജു ഗെറ്റ്? രാജുവിന് എത്ര കിട്ടി? വാട്ട് വാസ് ദ സം ഓഫ് ദാറ്റ് വാസ് ഡിവൈഡഡ്? ആകെ എത്ര രൂപയായാണ് ഇത് വീതിച്ചത്? ഓക്കെ, രാമുവും രാജുവും ഒരു തുക 3:3 അംശബന്ധം 2 എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ രാമുവിന് 480 രൂപ കിട്ടി. രാജുവിന് എത്ര രൂപ കിട്ടി? ആകെ എത്ര രൂപയാണ് വീതിച്ചത്? വീതിച്ച തുകയുടെ അംശബന്ധം എന്ന് പറയുന്നത് 3:2 ആണ്. അപ്പം ഇത് ടോട്ടൽ 5 ഭാഗം അല്ലേ? ടോട്ടൽ ഇവിടെ 5 ഭാഗമുണ്ട്. അപ്പം നിങ്ങളൊന്ന് ഓർത്തോളുക, ഏതോ സംഖ്യയുടെ, നമുക്ക് അറിഞ്ഞുകൂടാ, ഏതോ ഒരു സംഖ്യയുടെ 3 ഭാഗം മാത്രമാണ് എന്ത്? 480 എന്ന് വന്നിരിക്കുന്നത്. ശരിയല്ലേ? ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. രാമുവിന് 480 രൂപ കിട്ടി. രാമുവിന് ലഭിച്ച തുകയാണ് 480. അപ്പം ഏതോ ഒരു സംഖ്യ, അവർക്ക് കിട്ടിയ ഒരു തുക, അതായത് ജോലി ചെയ്ത് കിട്ടിയ തുകയോ എന്തെങ്കിലും ആവാം. അപ്പൊ ആ രൂപയുടെ 3 ഭാഗമാണ് 480. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു റെസിപ്രോക്കൽസ് അല്ലേ? റെസിപ്രോക്കൽസ് പഠിച്ചപ്പോൾ ഈ ഒരു തുക കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? ആ തുക കണ്ടെത്താനുള്ള മാർഗം എന്താ? 480ന്റെ 3/5 ഭാഗം കണ്ടുപിടിച്ചാൽ മതി. നേരെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. നമ്മളത് റെസിപ്രോക്കൽസ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇനി ഇത് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. 3ന്റെ ടേബിളിൽ 48 ഉണ്ടല്ലോ. 48 16 ടൈംസ് 16 × 3 ആണ് 48. അപ്പൊ ഈ 0 കൂടെ വരും. 160 × 5 വരും. 160 × 5 എത്ര? 16 × 5 എത്ര വരും? 800 റുപ്പീസ്. ആകെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 800 രൂപയുടെ 3/5 ഭാഗമാണ് എന്ത്? 480 എന്ന് പറയുന്നത്. അപ്പം രാജുവിന് ലഭിച്ച തുക എത്ര ആയിരിക്കും? രാജുവിന് ലഭിച്ചത് ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 800-ൽ നിന്നും 480 കുറച്ചാൽ മതിയാവും. 800-ൽ നിന്ന് 480 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 320 രൂപ. അതർവൈസ് നമുക്കതിനെ എങ്ങനെ ചെയ്യാം? 800-ന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 800-ന്റെ 5/2 ഭാഗം. ശരിയല്ലേ? അപ്പൊ നമുക്കിത് കട്ട് ചെയ്താൽ എത്ര കിട്ടും? 5 8-നകത്ത് ഒരു പ്രാവശ്യമുള്ളൂ, റിമൈനിങ് 3 വരും. 30-നകത്ത് 6 പ്രാവശ്യം 0. 160 × 2 എന്ത് വരും? 16 × 2 32, 320 തന്നെ വരും. ക്ലിയർ അല്ലേ? അപ്പൊ 2 രീതിയിൽ ഒന്നെങ്കിൽ മൈനസ് ചെയ്ത് കണ്ടുപിടിക്കാം രാജുവിന് കിട്ടിയ തുക, അല്ലെങ്കിൽ 800-ന്റെ 5/2 ഭാഗം കണ്ടുപിടിക്കാം. അപ്പൊ റേഷ്യോ ഓഫ് ദെയർ മണി എന്ന് പറയുന്നത് 3:2 എന്ന് വെച്ചാൽ രാമുവിന്റെ ഭാഗം 3-ഉം രാജുവിന്റെ ഭാഗം 2-ഉമാണ്. 3:2 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പൊ ടോട്ടൽ പാർട്ട് എന്ന് പറയുന്നത് 5 ആണ്. അപ്പം സം ഓഫ് മണി ദ പ്രൈസ് ഓഫ് മണി ഇൻറ്റു 3/5 is equal to ആണ് 480. രാജുവിന് കിട്ടുന്ന രൂപ എന്ന് പറയുന്നത് 480 റുപ്പീസ് ആണ്. ആ 480 റുപ്പീസ് ആകെ രൂപയുടെ സം ഓഫ് മണി ഇൻറ്റു 3/5, 5/3 ഭാഗം, ആകെ രൂപയുടെ 5/3 ഭാഗമാണ് രാജുവിന് കിട്ടുന്ന തുക. എങ്കിൽ സം ഓഫ് മണി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? സം ഓഫ് മണി ഈക്വൽ ടു 480 ഇൻറ്റു ഇതെന്താവണം? ഇൻറ്റു 3/5 എന്നുള്ളത് നമ്മൾ 5/3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് കട്ട് ചെയ്താൽ ഒന്നെങ്കിൽ നിങ്ങൾ 480 ഇൻറ്റു 5 ചെയ്തിട്ട് സൈഡിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. അല്ലെങ്കിൽ ടീച്ചർ എപ്പോഴും കട്ട് ചെയ്യുന്നതാണ് എളുപ്പമെന്ന് പറയാറുണ്ട്. നിങ്ങളങ്ങ് പരിശീലിക്കുക. അല്ലെങ്കിൽ 480 ഇൻറ്റു 5 ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ആൻസർ ഈസ് 800. ആകെ രൂപ എന്ന് പറയുന്നത് 800 റുപ്പീസ് ആണ്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് ഡിഡ് രാജു കിട്ടി? രാജുവിന് എത്ര കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രാജുവിന് കിട്ടിയ തുക എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ 800-ൽ നിന്നും ഈ 480 മൈനസ് ചെയ്താൽ മതിയോ? Raju got 800 minus 480, that is equal to 320.